ചേച്ചിക്ക് എപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ കഥാപാത്രവും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒരു ചേച്ചിക്ക് എന്നും ഇഷ്ടപ്പെടുന്ന എങ്ങനത്തെ കഥാപാത്രമായിരിക്കും? അല്ല, വളരെ ലൈവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എനിക്കിഷ്ടം. ഞാനിപ്പം എന്താ പറയുന്നത്, ജീവിച്ചിരിക്കുന്ന ക്യാരക്ടറും അല്ലെങ്കിൽ മരിച്ചുപോയി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനെ വീണ്ടും ആവിഷ്കരിക്കുന്ന ആ രീതിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം തമിഴിലും ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും ചെയ്തിട്ടുണ്ട്, മറ്റു പല ഭാഷകളിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ റോള് ചെയ്യുമ്പം അവരെ പോയി നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല സിനിമകളിലും. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സംശയമാണ്. കാരണം അതെങ്ങനെ അവരെ പോലെ എനിക്കാവാൻ പറ്റും? ഞാനായാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനെ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ അവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ അതൊക്കെ ശരിയാവുകയാണ്. എനിക്കെപ്പോഴെന്ന് പറയുന്നത് കുറച്ച് ലൈവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഈ അന്തർമുഖത്തുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം അതിൽ എക്സ്പ്രഷന് വാല്യൂ കുറവാണ്. അങ്ങനത്തെ ചില പ്രത്യേക കഥകളിൽ ഈ ഉള്ളൊഴുക്ക് പോലെയുള്ള ഇങ്ങനെ സപ്രസ് ചെയ്യുന്ന ചിലതിനൊക്കെ ശരിയാവുമായിരിക്കും. അല്ലാതെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആവണം. ഒരു ഊമ ക്യാരക്ടർ ചെയ്യുന്നു. കോശിഷ് എന്നൊരു സിനിമ കണ്ടു ഞാൻ, കൊച്ചിലെയാണ് കണ്ടത്. ജയഭാദുരിയും പിന്നെ നമ്മുടെ സഞ്ജീവ് കുമാർ. അപ്പം ഊമയാ, പക്ഷെ ഒത്തിരി സംസാരിക്കുന്നുണ്ട് ആ സ്ത്രീ അതിനകത്ത്, ആ ക്യാരക്ടർ. അതാണ് അതിനർത്ഥം. എന്നുവെച്ചാൽ സംസാരിച്ചില്ലെങ്കിലും നമ്മൾ ത്രൂ എക്സ്പ്രഷൻസ് കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് ഇഷ്ടം. ചേച്ചി അഭിനയിച്ച ഒത്തിരി ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിച്ചു, ഒത്തിരി പേർ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം എക്സ്പ്രഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാം, അത്തരമൊരു എക്സ്പ്രഷൻ ചെയ്ത് മുഖഭാഗം കൊണ്ട് അവരുടെ കണ്ണും പിരികവും എല്ലാം മുടി വരെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു നടൻ ആരായിരിക്കും ചേച്ചിയുടെ ഒരു മനസ്സിൽ? ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. വളരെ അത് മലയാളത്തിലാണെന്ന് പറഞ്ഞാൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. പഴയ കാലത്ത് മുതൽ ഇപ്പോൾ വരെ ഉള്ളവർ ഒരുപാട് പേരുടെ പേര് പറയേണ്ടി വരും. എങ്കിലും നെടുമുടി വേണുചേട്ടൻ, നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ചില എക്സ്പ്രഷൻസൊക്കെ വേണൂട്ടൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇനി ഒരാൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് തോന്നും. ചിത്രം എന്നൊരു സിനിമ വിത്തൗട്ട് നെടുമുടി വേണു ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ പറയുക, അത് ഹീറോയുടെ ക്യാരക്ടർ പോയിട്ട് എന്നാൽ ബാക്കിയുള്ള ഒരു 500 രൂപ 500 രൂപ മതി, അത് ഞാൻ പറഞ്ഞോ. അപ്പം വെറും ഒരു എക്സ്പ്രഷനാണ്, മൂക്ക് ഇങ്ങനെ ചീറ്റുന്നാലും ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇതില്ലെങ്കിൽ, ഈ നെടുമുടി വേണു ഇല്ലെങ്കിൽ ഈ സിനിമ പിന്നെ എന്താവുമായിരുന്നു എന്ന് തോന്നും. അത്രയും മൈന്യൂട്ട് എക്സ്പ്രഷനിലൂടെ സംസാരിക്കാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണം മാത്രം എങ്കിൽ പോലും പറയുകയാണ്, നെടുമുടി വേണുവിന് പകരമായിട്ടും ആ സിനിമകൾ മറ്റു ഭാഷകളിൽ വരുമ്പം നമ്മൾ നിരാശപ്പെടുന്നത്, അയ്യോ വേണുവിന് പകരം ആരായിരിക്കും ഇവിടെ ചെയ്യുന്നത്? അങ്ങനെയാണ്. അത് കറക്റ്റാണ് ചേച്ചി ഇപ്പോൾ പറഞ്ഞ പോയിന്റ്. ആ എക്സ്പ്രഷൻ ഇപ്പം എൻ്റെ മനസ്സിലെ ചിത്രത്തിലേക്ക് ഞാൻ പോയി, ആ സിനിമയിലേക്ക്. ഇതുപോലെ സോഫയിൽ ഇരുന്നിട്ട് എന്നിട്ട് ഒന്നുമില്ല, കാലിങ്ങനെ ത്രികുണാന്നിട്ട് വെച്ചിട്ട് ശരി അത് തരാൻ പറയണം. ആര് പറഞ്ഞു? അപ്പൊ എന്ന് പറയുമ്പോ ഇത് ഒരാളിനെ ഊശിയാക്കാൻ ഇതിപ്പരം കാര്യം വല്ലതും കൊണ്ടോ കളിയാക്കാനായിട്ട്? മലയാളത്തിൽ ഏറ്റവും വലിയൊരു ഹീറോ ചുറ്റും താനെന്തോ പരീക്ഷയ്ക്ക് പഠിക്കണോ എന്നൊക്കെ ചോദിച്ചു. അല്ല, അതിനകത്ത് 2 കാര്യമുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ കൂടെ ആ സമയത്ത് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ വേണം. ലാലേട്ടനും വേണോട്ടുള്ള കോമ്പിനേഷൻ ആണ് പടത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഒരുത്തൻ ഗതികെട്ട് നിൽക്കുകയാണ് പോകുന്നൊക്കെ പറയുമ്പോൾ ഒരു മൈൻഡും ഇല്ലാതെ അങ്ങനെ. ഇതിന് പകരം ഏത് ആക്ടർ അഭിനയിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. അതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളെ ഇദ്ദേഹം ഇല്ലെങ്കിൽ ഇനി എന്തു ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്ന ആക്ടേഴ്സ് ഉണ്ടല്ലോ. നമുക്ക് ഒരു ഭീകരമായ നഷ്ടമാണ്. ഒട്ടൊക്കെ പകരം ഒരു ആളിനെ ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു മാറ്റമില്ല ചേച്ചി. എനിക്ക് ആ സിനിമ എല്ലാവരും ആ സിനിമയിലേക്ക് പോയി എന്നുള്ളതാണ്. ചുറ്റും നടന്ന് സ്റ്റെയർ കേസ് എന്തെല്ലാം ചെയ്യും, എന്തെല്ലാം ഒരു രക്ഷയില്ല. എന്നിട്ടും പിന്നെയും താഴ്ത്തുക. അവിടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അന്നും എടുക്കരുത്, ഇതും പോയി പറയില്ല. ഇയാളെ ഇടിച്ച് കൊന്നാലെന്താ നമുക്ക്? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.